അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. പരിശുദ്ധനായ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ നിങ്ങൾക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ 3 വീഡിയോകളും യേശുക്രിസ്തുവിനെ അറിയുക, യേശുക്രിസ്തു ആരാകുന്നു, യേശുക്രിസ്തുവിനെ അറിയുക എന്നുള്ള ആ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിലാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിയും അങ്ങോട്ട് ആ വിഷയത്തെക്കുറിച്ച് യേശുക്രിസ്തുവിനെ അറിയുക എന്നുള്ള ആ ഒരു ദൈവശാസ്ത്ര വിഷയത്തെക്കുറിച്ചാണ് ഇനിയും സംസാരിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളെക്കുറിച്ചും ഉള്ള ഒരു ടൈറ്റിൽ, അതിൻ്റെ ഓരോ ദൈവവചന യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ദൈവവചന സന്ദേശത്തെക്കുറിച്ചുള്ള ഒരു ടൈറ്റിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ആ ടൈറ്റിൽ അനുസരിച്ചായിരിക്കും ഇനി തുടർന്നുള്ള സന്ദേശങ്ങൾ എല്ലാ ദിവസവും പറയുവാൻ കർത്താവ് ശരണപ്പെടുന്നത്. ഒന്നാമത് ഞാനിപ്പോൾ 2-3 വീഡിയോകൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. യേശുക്രിസ്തുവിനെ അറിയുക എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോകൾ 3 വീഡിയോകൾ ഇതിനകത്തുണ്ട്. അതിൻ്റെ 4ാമത്തെ വീഡിയോ ആണ് അടുത്തത് വരുന്നത്. അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ രക്തം എന്നുള്ളതാണ് വിഷയം. യേശുക്രിസ്തുവിൻ്റെ രക്തം, അതാണ് 4ാമത്തെ വിഷയം, 4ാമത്തെ ടൈറ്റിൽ. ദൈവിക സന്ദേശത്തിൻ്റെ ടൈറ്റിൽ അതാണ്. 5ാമത്തെ ദൈവിക സന്ദേശത്തിൻ്റെ ടൈറ്റിൽ യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. അതായത് യേശുക്രിസ്തു അനുഭവിച്ച കഷ്ടാനുഭവങ്ങൾ, മനുഷ്യവർഗത്തിന് വേണ്ടി തൻ്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിനും സൃഷ്ടിച്ച മനുഷ്യവർഗത്തിന് വേണ്ടി ദൈവത്തിൻ്റെ നീതിക്ക് തക്കവണ്ണം പരിഹാരം വരുത്തേണ്ടതിനു വേണ്ടി താൻ തൻ്റെ ശരീരത്തിലും തൻ്റെ പ്രാണനിലും തൻ്റെ ആത്മാവിലും ഏൽക്കേണ്ടി വന്ന പീഡനങ്ങൾ, അത് നമ്മൾ ഓരോരുത്തരും മനുഷ്യനും ദൈവത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠ സൃഷ്ടിയായ മനുഷ്യനും മറ്റുള്ള സൃഷ്ടികളുടെയും പാപത്തിൻ്റെ ശമ്പളമായി അവർക്ക് ലഭിച്ച കുറ്റവും ശിക്ഷയും അതിൻ്റെ പരിണിത ഫലങ്ങളും നീക്കിക്കളയേണ്ടതിന് ദൈവത്തിൻ്റെ നീതി ദൈവത്തിൻ്റെ നീതിപ്രകാരം അതിനൊരു പരിഹാരം വരുത്തേണ്ടതിനു വേണ്ടിയാണ് ദൈവം തന്നെ മനുഷ്യനായിട്ട് അവതരിച്ച് ആ കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നുപോയി ദൈവത്തിൻ്റെ നീതിക്ക് തക്ക പരിഹാരം വരുത്തിയത്. അപ്പോൾ ആ യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ചാണ് കഷ്ടാനുഭവങ്ങളാണ് മറ്റൊരു വീഡിയോ. അത് കഴിഞ്ഞ് അതിന് ശേഷം യേശുക്രിസ്തുവിൻ്റെ മരണം, അതായത് ക്രൂശീകരണവും മരണവും എന്നുള്ളതാണ് അടുത്ത വിഷയം. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണവും മരണവും എന്നുള്ളതാണ് അടുത്ത വിഷയം. അത് കഴിഞ്ഞുള്ള വിഷയം യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് അഥവാ പുനരുത്ഥാനം എന്നുള്ളതാണ് അടുത്ത വിഷയം. അത് കഴിഞ്ഞിട്ടുള്ള വിഷയം യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം എന്നുള്ളതാണ് അടുത്ത വിഷയം. അത് കഴിഞ്ഞിട്ടുള്ള വിഷയം യേശുക്രിസ്തുവിൻ്റെ ഏകമധ്യസ്ഥനായ യേശുക്രിസ്തു എന്നുള്ളതാണ് അടുത്ത വിഷയം. ദൈവിക സന്ദേശ വിഷയം ഏകമധ്യസ്ഥനായ യേശുക്രിസ്തു. അടുത്ത വിഷയം ഏകന്യായാധിപനായ യേശുക്രിസ്തു എന്നുള്ളതാണ് അടുത്ത വിഷയം. ഏകന്യായാധിപനായ യേശുക്രിസ്തു. ഇനി അതിനടുത്ത വിഷയം രാജാതിരാജാവായ കർത്താവായ വീരനാം ദൈവമായ അത്ഭുത മന്ത്രിയായ നിത്യപിതാവായ യേശുക്രിസ്തു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ടൈറ്റിൽ ഇത്രയും കാര്യങ്ങൾ അതിനകത്തുണ്ടെങ്കിലും അതിൻ്റെ ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ആണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ടൈറ്റിൽ. 1000 ആണ്ട്, 1000 ആണ്ടിൽ യേശുക്രിസ്തു എന്നുള്ളതാണ് ആ ടൈറ്റിൽ. ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഇത്രയും കാര്യങ്ങൾ അതിനകത്തുണ്ടാവും. അപ്പോൾ 1000 ആണ്ട് വാഴ്ച അഥവാ മില്ലേനിയം, സഹസ്രാബ്ദ യുഗം എന്നാണ് അതിൻ്റെ സഹസ്രാബ്ദ യുഗത്തെക്കുറിച്ചുള്ളതാണ് അടുത്തത്. പിന്നെ
ഈ വിഷയത്തോടുള്ള യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ആ വിഷയത്തെക്കുറിച്ചുള്ള പര്യവസാനം അഥവാ അതിൻ്റെ പര്യവസാനം എന്ന് പറയുന്നത് നിത്യതയാണ്. നിത്യതയിൽ യേശുക്രിസ്തു, നിത്യതയും യേശുക്രിസ്തുവും എന്നുള്ളതാണ് അവസാനത്തെ അതിൻ്റെ ഈ ദൈവവചന പഠനത്തിൻ്റെ, ദൈവശാസ്ത്ര പഠനത്തിൻ്റെ അഥവാ ദൈവശാസ്ത്ര ബൈബിൾ സന്ദേശത്തിൻ്റെ, സദ്വാർത്ത സന്ദേശത്തിൻ്റെ, സ്വർഗീയ സദ്വാർത്ത സന്ദേശത്തിൻ്റെ അവസാന ഭാഗം നിത്യതയിൽ യേശുക്രിസ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും വിഷയങ്ങളെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ വരുന്ന അടുത്ത ദിവസങ്ങളെല്ലാം നിങ്ങളോട്, എൻ്റെ ശ്രോതാക്കളായ ജനത്തോട് പറയുവാനുള്ള, ലോകജനത്തോട് പറയുവാനുള്ളത്. അപ്പോൾ അത് ഈ തിരുവചനങ്ങളെല്ലാം നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ആ തിരുവചനത്തോടെല്ലാം പോസിറ്റീവായിട്ട്, ഒരിക്കലും നെഗറ്റീവായിട്ട് പ്രതികരിക്കരുത്, പോസിറ്റീവായിട്ട് പ്രതികരിക്കണം. അതുപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾക്ക് സമർപ്പിക്കുവാനുള്ള, നിങ്ങൾക്ക് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ്, ശുദ്ധീകരണവും നീതീകരണവും രക്ഷയും, അതുപോലെ തന്നെ സ്വർഗരാജ്യത്തിലെ ദൈവരാജ്യത്തിലെ സ്വർഗത്തിലെ ജീവപുസ്തകത്തിൽ പേരെഴുതുവാനുള്ള പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളൊന്നും, ആ കാര്യങ്ങളെല്ലാം ഈ കഴിഞ്ഞ 10-12 വീഡിയോകളുണ്ട്. ആ കാര്യം അതിൻ്റെ അവസാന ഭാഗങ്ങളിൽ ആ കാര്യങ്ങളെല്ലാം പ്രാർത്ഥനയും അതിനോട് ബന്ധപ്പെട്ട തിരുവചനങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ആവർത്തനം അതിനകത്തുണ്ടാകത്തില്ല. അതിനകത്തിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയത്തിൻ്റെ ആ ഒരു ഇതാണ്, സമയം അധികരിച്ചു പോകും. അപ്പം നിങ്ങൾക്ക് ആ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. കാണാത്തവർ ആ വീഡിയോകൾ, ഇതിന് മുൻപുള്ള ഒരു 10-12 വീഡിയോകൾ ഈ വീഡിയോയ്ക്ക് മുൻപായിട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ മാനസാന്തരം, വീണ്ടും ജനനം അഥവാ പുതിയ സൃഷ്ടി, മാനസാന്തരം, വീണ്ടും ജനനം, പുതിയ സൃഷ്ടി, രക്ഷ എന്നുള്ള ആ വിഷയമാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് കേൾക്കാത്തവരോ ഉണ്ടെങ്കിൽ ആ 10-12 വീഡിയോകളിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ എല്ലാം കാണണമെന്ന് താല്പര്യമുള്ളവരെല്ലാം കാണുക. അപ്പോൾ അതിൻ്റെ അവസാനം നിങ്ങൾക്ക് രക്ഷിക്കപ്പെടണം, നിങ്ങളുടെ പാപത്തിൻ്റെ ശമ്പളമായ നിത്യമരണത്തിൽ നിന്നും നിത്യശിക്ഷയിൽ നിന്നും നിങ്ങൾക്ക് വിടുതൽ പ്രാപിക്കണം എന്ന ആർക്കെങ്കിലും ഈ തിരുവചന ഭാഗങ്ങളെ കേൾക്കുമ്പോൾ, ഈ സ്വർഗീയ സന്ദേശത്തെ കേൾക്കുമ്പോൾ, ദൈവവചന സന്ദേശത്തെ കേൾക്കുമ്പോൾ, ദൈവശബ്ദം കേൾക്കുമ്പോൾ താല്പര്യം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു വീഡിയോ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അവസാനം പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന നിങ്ങൾ ഹൃദയപൂർവ്വം പശ്ചാത്താപത്തോടെ, പാപബോധത്തോടെ, അനുതാപത്തോടെ, തീരുമാനത്തോടെ, വിശ്വാസത്തോടെ നിങ്ങൾ ആ പ്രാർത്ഥന, ആ പ്രാർത്ഥനയിലെ വചനങ്ങൾ ഓരോന്നും ഏറ്റുചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയം കാണുന്ന ദൈവം, നിങ്ങളുടെ മനസ്സ് കാണുന്ന ദൈവം, നിങ്ങളുടെ ചിന്താഗതി കാണുന്ന ദൈവം, നിങ്ങളുടെ മനോഭാവം കാണുന്ന ദൈവം, നിങ്ങളുടെ ആ മനോഭാവത്തിൻ്റെ, ആ വിശ്വാസത്തിൻ്റെയും നിങ്ങളുടെ മനോഭാവത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് നിങ്ങളുടെ ശരീരത്തെയും ആത്മാവിനെയും പ്രാണനെയും ക്രിസ്തുയേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിച്ച് നിങ്ങളെ ദൈവത്തിൻ്റെ മകനും മകളുമാക്കും. ദൈവരാജ്യത്തിൽ, സ്വർഗരാജ്യത്തിൽ നിങ്ങളുടെ പേര്, ജീവപുസ്തകത്തിൽ നിങ്ങളുടെ പേരെഴുതി ചേർക്കുവാനും നിത്യതയ്ക്ക് നിങ്ങളെ അവകാശികളാക്കി തീർക്കുവാനുമായിട്ട് ഇടയായിത്തീരും. അപ്പോൾ ഞാനിത് പ്രാരംഭത്തിൽ തന്നെ പറയുന്ന കാര്യം, ഇനി അങ്ങോട്ടുള്ള ഈ സന്ദേശങ്ങളിൽ ഈ കാര്യങ്ങൾ അവസാനത്തെ ഈ പ്രാർത്ഥനാ വിഷയങ്ങളും അതുപോലെ രക്ഷാ സന്ദേശങ്ങളുടെ ആവർത്തനം ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. പക്ഷേ ഈ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് ആ രക്ഷാ സന്ദേശമാണ്. അതായത് ഇപ്പം നമ്മൾ ഇതാണ് നമ്മുടെ ഈ ചാനലിൻ്റെ ഉദ്ദേശം തന്നെ സദ്വാർത്തയാണ്. അതിപ്പം 10-12 വീഡിയോകളിൽ കൊടുത്തിട്ടുണ്ട് ഞാനത്. അപ്പം ഇനി ഒരു ആവർത്തനം വിരസതയല്ല, ഇവിടെ ടൈമിൻ്റെ ആവശ്യമാണ്. ആ സമയത്തിൻ്റെ ആ ഒരു കാര്യത്തിലുള്ളത് കൊണ്ട്, സമയം ക്രമീകരിക്കേണ്ടത് കൊണ്ടാണ് ആ കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നത്. അപ്പം നിങ്ങൾ നിശ്ചയമായിട്ടും പുതുതായിട്ട് ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾ അതിൽ 10-12 വീഡിയോകളിൽ ഏതെങ്കിലും ഒന്ന് കണ്ട് ആ പ്രാർത്ഥന ഏറ്റുചൊല്ലി നിങ്ങളുടെ പാപങ്ങളെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് വിശുദ്ധരായി ദൈവമക്കളായി തീരുവാൻ ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ.
പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമുള്ള ബോധ്യം നിങ്ങൾക്ക് തരുമാറാകട്ടെ. വിശുദ്ധനായി ജീവിപ്പാൻ നിങ്ങളെ സഹായിക്കട്ടെ. ഇപ്പോൾ ഈ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരു അറിവ് ഈ പറഞ്ഞ ഇത്രയും ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നൽകുവാൻ ഇടയായി തീരട്ടെ. നിങ്ങളുടെ ജ്ഞാനത്തെയും ബുദ്ധിമണ്ഡലത്തെയും ദൈവം തുറക്കട്ടെ, ഹൃദയത്തെ തുറക്കട്ടെ. ദൈവവചനം അതിൻ്റെ സമ്പൂർണ്ണ പ്രവൃത്തി നിങ്ങളുടെ ആത്മാവിലും പ്രാണനിലും ദേഹത്തിലും ചെയ്തെടുക്കുവാൻ ഇടയായി തീരട്ടെ. നൂറുമേനി ഫലമായി തീരുവാൻ നല്ല ഫലങ്ങളായി ഈ തിരുവചനമാകുന്ന വിത്ത് നിങ്ങൾക്കിടയാക്കട്ടെ. നല്ല നിലത്ത് വീണ വിത്ത് പോലെ 100 മേനി ഫലം കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി ആദ്യത്തെ വിഷയമായ യേശുക്രിസ്തുവിൻ്റെ നാലാമത്തെ വിഷയം. ഇപ്പം നമ്മൾ 3 വിഷയങ്ങൾ ഇതിനു മുൻപുള്ള വീഡിയോയിൽ 3 വിഷയമുണ്ട്. യേശുക്രിസ്തു ആര് എന്നുള്ള സംഭവത്തിനെക്കുറിച്ചുള്ള 3 വീഡിയോകൾ ഇതിന് മുൻപുള്ളതുണ്ട്. ഇതിപ്പോൾ 4ാമത്തെ വീഡിയോ ആണ്. യേശുക്രിസ്തു ആര് എന്നുള്ള ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ 4ാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ യേശുക്രിസ്തു അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ രക്തം എന്നുള്ളതാണ് വിഷയം. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ മാഹാത്മ്യം അഥവാ അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചാണ് പറയുവാനായിട്ട് കർത്താവിൽ ആശ്രയിക്കുന്നത്, പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. ഈ യേശുക്രിസ്തുവിൻ്റെ രക്തത്തെക്കുറിച്ച് നമ്മൾക്ക് പറയുമ്പോൾ യോഹന്നാൻ എഴുതിയ ലേഖനങ്ങളിൽ 1ാമത്തെ ലേഖനം 1ാമത്തെ അധ്യായം 12ാമത്തെ തിരുവചനത്തിൽ പറയുന്നത്, അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തം നിങ്ങളുടെ സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിപ്പാൻ മതിയായതാവുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം യേശുക്രിസ്തുവിൻ്റെ രക്തം ശുദ്ധീകരിക്കുന്ന രക്തമാണ്. ഒന്നാമത് ആ പാപത്തെ ശുദ്ധീകരിക്കുന്നു. പാപത്തിൻ്റെ കറ, പാപം എന്ന കറ. കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നു, നിങ്ങളുടെ നീതി പ്രവൃത്തികൾ എൻ്റെ മുൻപാകെ കറ പുരണ്ട അങ്കി പോലെയാവുന്നു. അപ്പോൾ ആ പാപത്തിൻ്റെ കറകളെ ശുദ്ധീകരിച്ച് നമ്മുടെ കറയെ നീക്കി വെണ്മയുള്ള വസ്ത്രമാക്കി തീർക്കുന്നതാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം. അതായത് നമ്മുടെ ആത്മമനുഷ്യൻ്റെ തേജസ്, നഷ്ടപ്പെട്ടു പോയ തേജസ്സിൻ്റെ വസ്ത്രം നമുക്ക് തിരികെ നൽകുവാൻ പ്രാപ്തമായതാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം. പാപം മൂലം നമുക്ക് നഷ്ടപ്പെട്ടു പോയ തേജസ്സിൻ്റെ വസ്ത്രം, ആത്മാവിൽ തേജസ്സിൻ്റെ വസ്ത്രം നമുക്ക് തിരികെ തരുവാൻ പ്രാപ്തമായതാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം. അതാണ് ശുദ്ധീകരിക്കുന്ന രക്തം. ഓക്കെ. അപ്പം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുദ്ധീകരിക്കുന്ന രക്തം. ഇനി 2ാമത് എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന രക്തമാണ്. അതായത് സംസാരിക്കുന്ന രക്തമാണ്. യേശുക്രിസ്തുവിൻ്റെ രക്തം സംസാരിക്കുന്ന രക്തമാണ്. യേശുക്രിസ്തുവിൻ്റെ രക്തം തന്നെയല്ല, രക്തം സംസാരിക്കും. ഭൂമിയിൽ വീഴുന്ന മനുഷ്യൻ്റെ രക്തം സംസാരിക്കും. അത് നമുക്ക് തിരുവചനത്തിൽ ധാരാളം, ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ അതിന് തെളിവുണ്ട്. ആദാമിൻ്റെയും ഹവ്വായുടെയും ആദ്യ മക്കളായ കയീനും ഹാബേലും 2 പേര്. അപ്പോൾ ആ 2 പേരിൽ കയീൻ്റെ അസൂയ നിമിത്തം സ്വന്തം സഹോദരനായ ഹാബേലിനെ കൊല്ലുന്നു. അപ്പോൾ ഹാബേലിൻ്റെ രക്തം ഭൂമിയിൽ വീഴുന്നു. ആ ഭൂമിയിൽ വീഴുന്ന രക്തം നിലവിളിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പം രക്തം സംസാരിക്കും. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ടും പിന്നെ പല ഭാഗങ്ങളിലും രക്തം സംസാരിക്കും എന്നുള്ളത് നമ്മൾ പുറപ്പാട് പഞ്ചഗ്രന്ഥങ്ങളിലും, അതായത് മോശ എഴുതിയ പഞ്ചഗ്രന്ഥങ്ങളിലും അത് കഴിഞ്ഞുള്ള തിരുവചന ഭാഗങ്ങളിലും പുതിയ നിയമത്തിലും ഒക്കെ പറയുന്നുണ്ട് രക്തം സംസാരിക്കുന്ന രക്തം എന്ന്. അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തവും സംസാരിക്കുന്ന രക്തമാണ് എന്ന് പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്. അപ്പോൾ സംസാരിക്കുന്ന രക്തം. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ പുണ്യാഹരക്തം. പുണ്യാഹരക്തം എന്ന് പറഞ്ഞാൽ പാപരഹിതമായ രക്തം എന്നാണ് അതിനർത്ഥം. പുണ്യാഹരക്തം എന്ന് പറഞ്ഞാൽ പാപമില്ലാത്ത പാപരഹിതമായ രക്തം, പുണ്യാഹരക്തം. പിന്നെ പാപപരിഹാര രക്തം, അതായത് പാപത്തെ മോചിക്കുന്ന രക്തം, പാപപരിഹാര രക്തം. ഇതിനൊക്കെ തിരുവചനമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സമയത്തിൻ്റെ ഇതുകൊണ്ട് ഞാനിതിനകത്ത് വിശദമായ തിരുവചനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട്, അതായത് തിരുവചന ഭാഗങ്ങളെ അതിൻ്റെ റെഫറൻസിനെ കോട്ട് ചെയ്തുകൊണ്ട്
ഇതിന് ഈ ലൈവായിട്ട്, അതായത് നമ്മൾക്കിപ്പം ഇതിനകത്ത് ദൈവം അനുഗ്രഹിച്ച് ദൈവകൃപയാൽ ദൈവസഹായത്താൽ എനിക്കിപ്പോൾ ഇതിനകത്ത് ഈ ഇതിൽ യൂട്യൂബിൽ ലൈവായിട്ട് ചെയ്യുവാനുള്ള അംഗീകാരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്നു മുതൽ ആ ഒരു അംഗീകാരം എനിക്ക് കിട്ടി. ലൈവായിട്ട് ചെയ്യുവാനുള്ള അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും അടുത്ത് ഞാൻ ഇതിനൊരു ക്രമീകരണം, ഈ കാര്യങ്ങൾക്കെല്ലാത്തിനും, ഈ തിരുവചന സന്ദേശങ്ങൾക്കെല്ലാം ഒരു ക്രമീകരണം വരുത്തി അതൊരു റെഫറൻസോടുകൂടി, വാക്യങ്ങൾ ദൈവവചനത്തോടും റെഫറൻസോടും കൂടി റെഫറൻസോടും കൂടിയുള്ള ഒരു സന്ദേശങ്ങൾ ഇതിനകത്ത് ഇനി തുടർമാനമായിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇത്രയും കാര്യങ്ങൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഈ വിഷയങ്ങൾ കഴിഞ്ഞതിന് ശേഷം അടുത്ത സെക്ഷൻ റെഫറൻസോടുകൂടി, തിരുവചനത്തിൻ്റെ റെഫറൻസോടുകൂടി, വാക്യങ്ങളോടുകൂടി ഉള്ള ഒരു സന്ദേശം ലൈവായിട്ട് ഉണ്ടാകും. അത് തന്നെയല്ല, ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള വീഡിയോസ് ലൈവായിട്ടാണ് എടുക്കുന്നത്. നാളെ മുതൽ ചെയ്യുന്ന വീഡിയോസ് ലൈവായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇന്ന് മുതൽ അതിനുള്ള അംഗീകാരം, പെർമിഷൻ എനിക്ക് കിട്ടി. എനിക്കുള്ള അതിനുള്ള സന്ദർഭം, അതിനുള്ള അതിൻ്റെ ടെക്നോളജി, അതിനുള്ള സംവിധാനങ്ങൾ എൻ്റെ ഫോണിൽ എനിക്കത് കണക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇന്ന് മുതൽ കിട്ടി. ദൈവത്തെ നാമം മഹത്വപ്പെടട്ടെ, ദൈവനാമം മഹത്വത്തിനായി തീരട്ടെ. അപ്പം നമ്മൾ പറഞ്ഞത് പുണ്യാഹരക്തം എന്നാണ്. ഇനി ഈ പുണ്യാഹരക്തം അഥവാ ദൈവത്തിൻ്റെ രക്തം, ദൈവമായിരുന്ന സർവമഹത്വത്തിലും സ്വർഗത്തിൽ വസിച്ചിരുന്ന ആ ദൈവം ഭൂമിയിൽ വന്ന് അവതരിച്ചതിന് ജന്മമെടുത്തതിന് ശേഷം, അഥവാ വന്നതിന് ശേഷം ഇവിടെ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ രക്തം വീണത്, അതായത് പാപപരിഹാരത്തോടുള്ള മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാര ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ അദ്ദേഹത്തിൻ്റെ രക്തം ആദ്യമായിട്ട് വീണത് ലൂക്ക എഴുതിയ സുവിശേഷം, ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 44-ാം വചനത്തിൽ പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 44-ാം തിരുവചനത്തിൽ അത് പറയുന്നുണ്ട്. അതവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ഗദസമനായിലെ പ്രാർത്ഥനയിലാണ്. ഗദസമനായ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം, എന്ന വാക്കിൻ്റെ അർത്ഥം എണ്ണച്ചക്കെന്നാണ്. എണ്ണച്ചക്കെന്ന് പറഞ്ഞാൽ അവിടെ ധാരാളം അവിടെ ഗദസമന തോട്ടം എന്നാണ് പറയുന്നത്. അവിടെ ധാരാളം ഒലിവ് വൃക്ഷങ്ങൾ ധാരാളമായിട്ടുള്ള സ്ഥലമാണ് ഗദസമന. അപ്പോൾ ആ ഒലിവ് വൃക്ഷങ്ങളിൽ കായ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ സ്ഥലത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് ചക്കിലിട്ട് ആട്ടിയെടുക്കുന്നത്, അതാണ് എണ്ണച്ചക്ക് എന്നുള്ള നാമധേയത്തിൽ ഗദസമന എന്നുള്ള പേര് വരുവാനായിട്ടുള്ള കാരണം അതാണ്. ഗദസമന, എണ്ണച്ചക്ക്. അപ്പോൾ അവിടെ അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗത്തെ, ആ പാപപരിഹാര യാഗത്തെ അവിടെ കാണിക്കുന്നുണ്ട്. കാര്യം ആ ഒലിവെണ്ണ പല പ്രോസസ്സിലൂടെ കടന്നുപോയിട്ടാണ്, ഏകദേശം 7ഓളം പ്രോസസ്സിങ്ങിലൂടെ കടന്നുപോയിട്ടാണ് അത് നല്ല ശുദ്ധമായ ഒലിവെണ്ണയായിട്ട് ഉപയോഗയോഗ്യമായ ഒരു ഔഷധ ഗുണമുള്ളതും ഉപയോഗയോഗ്യവുമായ ഒലിവെണ്ണയായിട്ട് അത് പുറത്തു വരുന്നത്. 7 പ്രോസസ്സിങ്ങിലൂടെ അത് കടന്നു പോകും. അപ്പോൾ അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവും വിവിധങ്ങളായിട്ടുള്ള പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ് മരണം അനുഭവിക്കുന്നത്. ഈ വിവിധങ്ങളാണെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ 7 വിധ പ്രോസസ്സിലൂടെ കർത്താവായ യേശുക്രിസ്തു കടന്നുപോയി. അതിലാദ്യത്തെ പ്രോസസ്സാണ് ഗദസമനായിലെ പ്രാർത്ഥന. അതായത് ദൈവം യേശുക്രിസ്തുവിൻ്റെ മേൽ മനുഷ്യവർഗത്തിൻ്റെ പാപം മൂലം ശപിക്കപ്പെട്ട ഭൂമിയിലെ സകല സൃഷ്ടികളുടെയും ശിക്ഷ, കുറ്റവും ശിക്ഷയും ചുമത്തിയ സ്ഥലം ഗദസമനായിലെ യേശുക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്യുന്ന ആ രാത്രി, വ്യാഴാഴ്ചത്തെ ആ പ്രാർത്ഥനയിലാണ് ചുമത്തിയത് ആ പാപം. അപ്പോൾ അവിടെ അപ്പോൾ ആ സമയത്താണ് പാപവും പാപത്തിൻ്റെ കുറ്റവും ശിക്ഷയും ചുമത്തിയപ്പോഴത്തേക്കാണ് അസഹനീയമായ വേദന. ഇയാൾ ഹൃദയത്തിൻ്റെ നില തെറ്റി, രക്തം ശരീരത്തിനുള്ളിൽ ആകമാനം പാഞ്ഞു. അത് നമ്മുടെ സ്കിന്നിനടിയിൽ കൂടി പാഞ്ഞിട്ട് സ്കിന്നിൻ്റെ താഴെയുള്ള നമ്മുടെ വിയർപ്പ് സുഷിരങ്ങളിലൂടെ ആ രക്തം പുറത്തു വന്നു.
അത് എന്ത് പറഞ്ഞാൽ അങ്ങനെ ഒരു അസുഖം, അങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് വളരെ അൺറെയറായിട്ട് സംഭവിക്കുന്ന കാര്യം. അത്രയ്ക്ക് വേദന ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്. അത് യേശുക്രിസ്തുവിന് മാത്രമാണ്. നമ്മൾ ലോക ചരിത്രത്തിൽ ആ വേദന സഹിച്ച വ്യക്തി യേശുക്രിസ്തു മാത്രമാണ്. മറ്റൊരാൾക്കും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായതായി ചരിത്രം പറയുന്നില്ല, ശാസ്ത്രം പറയുന്നില്ല, വൈദ്യശാസ്ത്രവും പറയുന്നില്ല അങ്ങനെ ഒരു അവസ്ഥ. അപ്പോൾ അവർ വൈദ്യശാസ്ത്രം ഇപ്പോൾ കണ്ടുപിടിച്ചു ആ ഒരു അവസ്ഥയുടെ കാര്യം. പക്ഷേ അവർക്കത് പൂർണ്ണമായിട്ടും ഗ്രഹിക്കാൻ പറ്റിയിട്ടില്ല. എങ്കിലും ഒരു ഏകദേശം ഒരു രൂപം, അതിൻ്റെ ഒരു പേരൊക്കെ അവർ ഇട്ടിട്ടുണ്ട്. ആ രോഗത്തിൻ്റെ, ആ അവസ്ഥയുടെ പേര്, രോഗത്തിൻ്റെ അല്ല, ആ അവസ്ഥയുടെ പേര് ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ അവർക്ക് പൂർണ്ണമായിട്ടത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് അതിൻ്റെ അന്നേരം ആ അനുഭവിച്ച അവസ്ഥ, ആ ശരീരത്തിൻ്റെ, ആ മനസ്സിൻ്റെ, ആ ദേഹീയ മണ്ഡലത്തിൻ്റെ, ആത്മമണ്ഡലത്തിൻ്റെ ഒന്നും അവസ്ഥകൾ അവർക്ക് പൂർണ്ണമായിട്ടൊന്നും പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും ആ അവസ്ഥ അവർ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു 100-ൽ 10% അവർക്ക് മനസ്സിലായിട്ട് അവരത് പബ്ലിഷ് ചെയ്യുവാൻ തക്കവണ്ണം, വർഷങ്ങൾക്ക് മുമ്പേ അത് പുറത്ത് വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പോൾ ആദ്യമായിട്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം ഭൂമിയിൽ വീണത് ഗെത്സമനായിലാണ്. അപ്പോൾ അത് സംഭവം, കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഗെത്സമനായിലാണ് ആദ്യം വീണത്. പിന്നെ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, അത് സൗഖ്യം നൽകുന്ന രക്തമാണ്. സൗഖ്യം നൽകുന്ന, അതായത് ആ യേശുക്രിസ്തുവിൻ്റെ രക്തം നിങ്ങളുടെ സകല രോഗവും പോക്കി നിങ്ങളെ ശുദ്ധീകരിപ്പാൻ, നിങ്ങളുടെ ശരീരത്തെ ശുദ്ധീകരിപ്പാൻ, പരിപൂർണ്ണ ആരോഗ്യമുള്ളതാക്കി തീർക്കുവാൻ മതിയായതാണെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്. അതിങ്ങനെയാണ് പറയുന്നത്: അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. യേശുക്രിസ്തു ഒന്ന് കുറയാതെ 39 അടി വാങ്ങിച്ചു. കെട്ടപ്പെട്ട കൽത്തൂണിൽ കെട്ടപ്പെട്ട് കുനിച്ച് നിർത്തിയിട്ട് കൈ രണ്ടും കൂടി കൽത്തൂണുകൾ കെട്ടി നിർത്തിയിട്ട് മുതുകിന്, അതായത് കഴുത്തിന് കിഴപ്പോട്ട് അരയ്ക്ക് മുകളിലേക്കുള്ള ഭാഗത്ത് ഒന്ന് കുറയാതെ, അതായത് 40 അടി, അതായത് 39 അടി ചാട്ടവാറിനടി കൊണ്ട്. ആ അടി കൊണ്ടപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പുറം ഉഴവുചാല് പോലെ, പണ്ടൊക്കെ നമ്മൾ പാടത്ത് കാളകളെ കൊണ്ട് ഉഴുമ്പോൾ ഉണ്ടാകുന്ന ആ ചാലുണ്ടല്ലോ, അതുപോലെ ഉഴവുചാല് പോലെ ആയെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഉഴവുചാല് പോലെ, അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത പാപത്തിൻ്റെ ശാപമായ നമ്മളിൽ വന്ന രോഗങ്ങൾക്ക് സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടിയാണ് യേശുക്രിസ്തുവിൻ്റെ പുറം ഉഴവുചാല് പോലെ കീറി അവിടുന്ന് രക്തം ചിന്തുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. അങ്ങനെ രോഗങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ വചനമാണ് ഞാൻ പറഞ്ഞത്, രോഗങ്ങളുടെ സൗഖ്യം, നമ്മുടെ രോഗത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി യേശു അടി കൊണ്ടു. അപ്പം രോഗസൗഖ്യം നൽകുന്ന യേശുക്രിസ്തുവിൻ്റെ രക്തം. ഇനി ശാപങ്ങൾ നീക്കുന്ന യേശുക്രിസ്തുവിൻ്റെ രക്തം. നമ്മുടെ ശാപം, നമ്മുടെ പാപങ്ങൾ നിമിത്തം നമ്മുടെ മേൽ വന്ന ദൈവിക ശാപങ്ങളും മറ്റു മാനുഷിക ശാപങ്ങളും, നാം സ്വയം വരുത്തി വയ്ക്കുന്ന ശാപങ്ങളും, സാത്താനാൽ വരുന്ന ശാപങ്ങളും, മറ്റു മനുഷ്യരാൽ നമുക്ക് വരുന്ന ശാപങ്ങളും എല്ലാത്തിനെയും മുറിച്ച് കളയുന്ന, അഥവാ ഒടിച്ച് കളയുന്ന, അഥവാ അതിൻ്റെ പ്രവർത്തനങ്ങളും പ്രതിപ്രവർത്തനങ്ങളും എല്ലാം നിശ്ശേഷമായിട്ട് നീക്കിക്കളയുവാൻ ശക്തമായ രക്തമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം. ഇനി ഈ യേശുക്രിസ്തുവിൻ്റെ രക്തം സമാധാന രക്തമാണ്. സമാധാനം നൽകുന്ന, സകല മനുഷ്യർക്കും സമാധാനം നൽകുന്ന രക്തമാണ് യേശുക്രിസ്തുവിൻ്റെ രക്തം. ഇനി സാത്താൻ്റെ തലയെ തകർത്തതാണ് യേശുക്രിസ്തുവിൻ്റെ രക്തം. അതുപോലെ തന്നെ സാത്താൻ്റെ ശക്തിയെ തകർത്ത് കളഞ്ഞതാണ് യേശുക്രിസ്തുവിൻ്റെ രക്തം. ഇപ്പോഴും യേശുക്രിസ്തുവിൻ്റെ ആ രക്തത്തിൻ്റെ അതേ പ്രവൃത്തി തന്നെ. യേശുക്രിസ്തുവാണ് സാത്താൻ്റെ തലയെ തകർത്തത്. യേശുക്രിസ്തുവിലൂടെയാണ്, യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാലാണ് സാത്താൻ്റെ ശക്തിയായി തകർക്കപ്പെട്ടത്. യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാലാണ് സാത്താൻ്റെ ആയുധവർഗം. സാത്താന് ആ ക്രൂശിലെ 2000 വർഷങ്ങൾ, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം വരെ സാത്താന് ആയുധങ്ങളുണ്ടായിരുന്നു. സാത്താൻ്റെ കയ്യിൽ ആയുധങ്ങളുണ്ടായിരുന്നു. മനുഷ്യനെ തെറ്റിച്ച് കളയാനായിട്ട് ഉപയോഗിക്കുന്ന ആയുധങ്ങളുണ്ടായിരുന്നു. ആയുധങ്ങളെന്ന് വെച്ചാൽ ആത്മീയ ആയുധങ്ങളാണ്, ഭൗതിക ആയുധങ്ങളല്ല. പക്ഷേ ഈ മനുഷ്യനുണ്ടാക്കിയ ഭൗതിക ആയുധങ്ങൾ സാത്താൻ മനുഷ്യൻ്റെ അടിമയായതുകൊണ്ട് ആ ആയുധങ്ങൾ ഉപയോഗിച്ചും മനുഷ്യനെ അവൻ ഉപദ്രവിക്കുമായിരുന്നു. അപ്പോൾ തന്നെ ആത്മീയ ആയുധങ്ങളും അവനുണ്ടായിരുന്നു. ഈ 2 ആയുധങ്ങളെയും ആയുധമില്ലാത്തവനാക്കി.
യേശുക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ രക്തം സാത്താൻ്റെ ആയുധങ്ങൾ കാൽവരി ക്രൂശിൽ വെപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അവൻ്റെ സർവായുധവർഗം, അവൻ്റെ ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിൽ അവൻ്റെ ആയുധവർഗം വെപ്പിച്ചു. ഇപ്പോൾ നിലവിൽ സാത്താൻ്റെ കയ്യിൽ ആയുധങ്ങളില്ല. അവന് ശക്തിയുമില്ല. അവന് ശക്തിയുമില്ല. കാര്യം അവൻ്റെ ശക്തിയും ക്ഷയിപ്പിച്ചു, അവൻ്റെ തലയെ തകർത്തു. ഇതില്ല. ഇപ്പം അവനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപായങ്ങൾ മാത്രമാണ്. ഉപായങ്ങളും തന്ത്രങ്ങളും ചതികൾ, വഞ്ചനകൾ, ഇങ്ങനെയുള്ള വക്രതകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവനുള്ളത് ഇപ്പം. അല്ലാണ്ട് അവന് ആയുധമില്ല, ശക്തിയില്ല, ഇതില്ല. ഇത് ഉപായങ്ങളാണ്. ഉപായങ്ങളും കെണികളൊക്കെ ഒരുക്കാനും ചതിയിലൂടെയും വഞ്ചനയിലൂടെയും വക്രതയിലൂടെയും ജനത്തെ വശീകരിച്ച് അവൻ്റെ അടിമയാക്കി നിലനിർത്തുവാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അവനുള്ളത്. അപ്പം സർവായുധ വർഗം വെപ്പിച്ച യേശുക്രിസ്തുവിൻ്റെ രക്തം. ഇനി മനുഷ്യവർഗത്തിന് ദൈവത്തിൻ്റെ മക്കളായി തീർന്ന യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് ദൈവമക്കളായി തീർന്ന വിശുദ്ധർക്ക് ശക്തി നൽകുന്നതാണ്, ബലം പകരുന്നതാണ് യേശുക്രിസ്തുവിൻ്റെ രക്തം. ശക്തിയും ബലവും ധൈര്യവും പകരുന്നതാണ്, ഉറപ്പും സ്ഥിരതയും പകരുന്നതാണ്. ഞാൻ ഒന്നിച്ച് പറഞ്ഞതേ ഉള്ളൂ. അതായത് ശക്തി, ബലം, ഉറപ്പ്, ധൈര്യം, സ്ഥിരത, ഇത്രയും കാര്യങ്ങൾ നൽകുന്നതാണ് യേശുക്രിസ്തുവിൻ്റെ രക്തം. ഇതിനെല്ലാത്തിനും തിരുവചനങ്ങളുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പോൾ ആവർത്തിക്കുന്നില്ല. തിരുവചനങ്ങളെ ഒരു കൂട്ടിയത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയുന്ന തിരുവചനങ്ങളെ എടുത്ത് പറയുന്നതായിരിക്കും. ശക്തിയും പകരുന്നതാണ് ഇതിൻ്റെ ബലം പകരുന്ന ദൈവത്തിൻ്റെ രക്തം. പിന്നെ യോഹന്നാൻ്റെ രണ്ടാം പ്രാവശ്യം യേശുക്രിസ്തുവിൻ്റെ രക്തം ഭൂമിയിൽ വീഴുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 1-ാം വാക്യത്തിലാണ്. അവിടെ അരമനയിൽ, അതായത് പീലാത്തോസിൻ്റെ അരമനയിൽ ഗബദ എന്നറിയപ്പെടുന്ന സ്ഥലമുണ്ട്. അതായത് അവിടെയാണ് ഈ കുറ്റവാളികളെ അടുപ്പിക്കുന്ന, അതായത് ചാട്ടവാറിനെ അടിക്കുന്ന സ്ഥലമാണ് ഗബദ. അവിടെ ഒരു കൽക്കുറ്റിയുണ്ട്. ആ കൽക്കുറ്റിയിൽ കെട്ടിയിട്ടിട്ടാണ് കുനിച്ച് നിർത്തി ഇങ്ങനെ വില്ല് പോലെ കുനിച്ച് നിർത്തിയിട്ട് റാ പോലെ അല്ലെങ്കിൽ വില്ല് പോലെ കുനിച്ച് നിർത്തി ഒരു കൽത്തൂണെ കെട്ടി നിർത്തിയിട്ടാണ് പുറത്ത് കഴുത്തിന് കിഴപ്പോട്ട് അരയ്ക്ക് മുകളിലേക്ക് അടിക്കുന്നത്. അപ്പോൾ അവിടെ അത് ഗബദ എന്നാണ് അതിനറിയപ്പെടുന്നത്. ഗബദ, കെട്ടപ്പെട്ടവനായി, ഗബദയിൽ കെട്ടപ്പെട്ടവനായിട്ടാണ് അടിക്കുന്നത്. അപ്പോൾ ആ അടിക്ക് ഞാൻ പറഞ്ഞല്ലോ, 1 കുറയാതെ 39 അടി കൊടുക്കുന്നു. അപ്പോൾ അവിടെ ചൊരിയപ്പെട്ട രക്തം, രണ്ടാമത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം ഭൂമിയിൽ വീണത് ഗബദയിൽ വെച്ചാണ്. ഇനി ഇത് കൂടാതെ ഈ ഗബദയിൽ വെച്ച് ഇങ്ങനെ അടിപ്പെട്ട്, എന്നാൽ അതിന് മുൻപായിട്ട് ഈ യഹൂദന്മാരുടെ ചേകവരി, അതായത് സന്നദ്ധി സംഘത്തിലുള്ള വിസ്താരത്തിലൊക്കെ യേശുക്രിസ്തുവിനെ അവർ ഉപദ്രവിക്കുന്നുണ്ട്, ദേഹോപദ്രവമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴൊക്കെ രക്തം പൊടിച്ചിരിക്കണം. കാര്യം ശരീരത്തെ അവർ കർണത്തടിക്കുന്നുണ്ട്, കോലുകൊണ്ടടിക്കുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട്, തുപ്പുന്നുണ്ട്, താടി രോമങ്ങളിൽ പിടിച്ച് വലിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോഴൊക്കെ രക്തം പുറപ്പെട്ടിരിക്കണം. പക്ഷേ അവിടെ രക്തം പുറപ്പെട്ടത് പറയുന്നില്ല. എന്നാൽ ഇതിന് ശേഷം ഈ ഗെത്സമനായിലെ അടിക്ക് ശേഷം അവരെ റോമൻ പടയാളികൾ തന്നെ ഇവനെ നന്നായിട്ട് യേശുക്രിസ്തുവിനെ ഉപദ്രവിക്കുന്നുണ്ട്. അപ്പം ആ സമയത്തും രക്തം വരുന്നു. അപ്പോൾ ഇങ്ങനെ അടിക്കപ്പെട്ടതിന് ശേഷം അന്നേരം ആ അടിക്ക് പോയി 39 അടി കൊടുത്തപ്പോഴത്തേക്ക് ഒഴുകിയ തിരുരക്തം, അടിപ്പിണരിൽ നിന്നും ഒഴുകിയ ആ തിരുരക്തം, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് നമ്മുടെ ശാപങ്ങളും നമ്മുടെ മേലുള്ള രോഗങ്ങളും ശാപങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നീക്കുന്നതിന് വേണ്ടിയാണ്. പാപത്തിൻ്റെ ശമ്പളമായ, പാപത്തിൻ്റെ ശിക്ഷയായ ആ കാര്യങ്ങളെല്ലാം നമ്മൾ നീക്കുന്നതിന് വേണ്ടിയാണ് യേശുക്രിസ്തുവിൻ്റെ പുറം ഉഴവുചാല് പോലെ കീറപ്പെടുകയും രക്തം ചിന്തപ്പെടുകയും ചെയ്തത്. ഇനി അതിനുശേഷം അദ്ദേഹത്തിന് വീണ്ടും വസ്ത്രങ്ങൾ ധരിപ്പിച്ച് വീണ്ടും പീലാത്തോസിൻ്റെ അടുക്കൽ കൊണ്ടുവരികയും പീലാത്തോസ് പൊതുജനത്തിൻ്റെയും യഹൂദ ജനത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവനെ നിർത്തി. അപ്പോൾ നിർത്തി മുൾമുടിയൊക്കെ മുൾമുടി ധരിപ്പിച്ച് വല്ലാതെ കണ്ട്, കാര്യം ആളല്ല എന്ന്
തന്നെ ആ ആളല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് അത് വന്നത്. വല്ലാതെ കണ്ടായത് കൊണ്ടുപോയ ആളല്ല, തിരിച്ചറിയാൻ പറ്റാത്ത യേശുക്രിസ്തുവാണോ ഇത് മനുഷ്യൻ തന്നെയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് യേശുക്രിസ്തു പിന്നെ മടങ്ങി വരുന്നത്. അപ്പോൾ പിലാത്തോസ് പറയുന്ന ഒരു വാക്യമുണ്ട്, ഇതാ ആ മനുഷ്യൻ, ഇതാ ആ മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പം പരിചയപ്പെടുത്തുകയാണ്, കാര്യം അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ പറയുന്ന അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ആ സമയത്ത്, അതായത് താടി രോമങ്ങളൊക്കെ പിടിച്ച്, മീശയൊക്കെ പിടിച്ച് വലിച്ച് പറിച്ചെടുത്ത്, കണ്ണ് ഈ തലയിൽ മുൾമുടി ധരിച്ചപ്പോൾ മുള്ളുകൾ കൊണ്ടുള്ള കിരീടം വെച്ചിട്ട് കോലുകൊണ്ടെന്ത് ലാത്തി എന്നാണ് അതിൻ്റെ അർത്ഥം. കോലെന്ന് വെച്ചാൽ ലാത്തിയ, വലിയ നീളമുള്ള ലാത്തിയ. നമ്മുടെ പോലീസുകാരുടെ കയ്യിലിരിക്കുന്നതിനേക്കാൾ ഇരട്ടി നീളമുള്ള, ഏകദേശം 5 അടി 4 അടി 5 അടി നീളമുള്ള ലാത്തികളാണ്, വടികളാണ്, നല്ല ബലമുള്ള വടികൾ. ആ വടി കൊണ്ട് ആണ് തലയ്ക്കടിക്കുന്നത്. ഈ മുള്ളിൻ്റെ മുൾക്കിരീടം തലയിൽ വെച്ചിട്ടാണ് അടിക്കുന്നത്. അപ്പോൾ അങ്ങനെ അടിക്കുമ്പോൾ ഈ മുള്ള് ഓരോ അടിക്കും തലയിലേക്ക് പാഞ്ഞിറങ്ങും. ആ മുള്ളിന് മറ്റൊരു ഭയങ്കര വിഷമുള്ളത് കൊണ്ട് ഭയങ്കരമായ വേദനയാണ് തലയ്ക്ക് അനുഭവിക്കുന്നത്. അതിലൊരു മുള്ള് തലയോട്ടി പിളർന്ന് ഒരു കണ്ണിലേക്ക് ഇറങ്ങിയിട്ട് ഒരു കണ്ണിൻ്റെ കൃഷ്ണമണി വെളിയിലേക്ക് തള്ളിപ്പോരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഒരു കണ്ണിൻ്റെ കൃഷ്ണമണി വെളിയിലേക്ക് തള്ളിപ്പോരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അതൊക്കെ കൊണ്ടാണ് അവനെ കണ്ടിട്ട് ആളറിയാൻ പറ്റാത്ത അവസ്ഥ. അതായത് താടി രോമങ്ങൾ പിഴുതെടുത്തു, ഈ കണ്ണിൻ്റെ വിഷയം, പിന്നെ മുൾക്കിരീടം, ചോര വാർന്നൊഴുകിയ ശരീരം, ഇതൊക്കെ കൊണ്ടാണ് അവനെ ആളറിയാൻ പറ്റാത്ത നിലയിൽ, ഒരു മനുഷ്യനാണോ എന്താണിത്, ഈ രൂപം എന്താണെന്ന് അറിയാൻ പറ്റാത്ത നിലയിലായിത്തീർന്നത്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ. യെശയ്യാവിൻ്റെ പ്രവചനം 22-ാം അധ്യായവും അതുപോലെ 23-ാം അധ്യായത്തിലും യേശുക്രിസ്തുവിൻ്റെ ഈ ക്രൂശീകരണത്തെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. കൃത്യമായിട്ട് അത് നിങ്ങൾ വായിക്കണമെന്ന് ഞാൻ ആ വീഡിയോയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് വായിക്കണം. യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകത്തിലെ 22-ാം അധ്യായവും 23-ാം അധ്യായവും നിങ്ങൾ വായിക്കണം. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചുള്ള ആ യഥാർത്ഥ ഒരു ചിത്രം നിങ്ങൾക്ക് ലഭിക്കുമെന്നൊക്കെ ഇവിടെയായിത്തീരും. അപ്പോൾ അങ്ങനെ അവിടെ രണ്ടാം പ്രാവശ്യം അവിടെ രക്തം ചിന്തി, പീഡാനുഭവങ്ങളുടെ മൂന്നാമത്തെ പ്രാവശ്യം രക്തം ചിന്തുന്നത് പടയാളികളുടെ ദേഹോദരവം, പടയാളികൾ യേശുക്രിസ്തുവിനെ ഏൽപ്പിച്ച ദേഹോദരവം നിമിത്തം ചിന്തപ്പെട്ട രക്തം മൂന്നാമത്. നാലാമത് വഴിയിൽ ക്രൂശുമെടുത്തുകൊണ്ട് വഴിയെ അവിടുന്ന് പിലാത്തോസിൻ്റെ അരമനയിൽ നിന്നും തലയോട്ടിടം എന്നറിയപ്പെടുന്ന ഗൊൽഗോഥായിലേക്ക് അഥവാ കാൽവരിയിലേക്ക് ഉള്ള ആ യാത്രയിൽ നിലത്ത് വീണ രക്തമാണ്. കാര്യം വഴിയെ ഈ ക്രൂശുമെടുത്തുകൊണ്ടാണല്ലോ പോകുന്നത്. അപ്പോൾ ശരീരം മുഴുവനും അടിച്ച് വ്രണപ്പെട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ വഴിയിൽ വീഴുന്ന രക്തം, ആ വരുന്ന കല്ലും മുള്ളും നിറഞ്ഞ ആ പാതയിലൂടെ വരുമ്പോൾ ആ യേശുക്രിസ്തുവിൻ്റെ പാദങ്ങളിലും അതുപോലെ 3 പ്രാവശ്യം വീഴുന്നുണ്ട്. ആ വീഴ്ചയിലുമൊക്കെ ആ രക്തം വാർന്നു പോകുന്നുണ്ട്. അപ്പോൾ അവിടെ അന്നേരം വീണ രക്തം, അതിനൊക്കെ അർത്ഥങ്ങളുള്ളതാണ്, അതിനൊക്കെ അർത്ഥങ്ങളുണ്ട്. കാര്യം നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾ കൊണ്ടും നാം ചെയ്ത പാപത്തിന് ദൈവത്തിൻ്റെ നീതിക്ക് തക്ക പരിഹാരം വരുത്തുകയാണ് അവിടെയൊക്കെ ചെയ്തത് കർത്താവ്. അവിടെയൊക്കെ സംഭവിച്ചത് അതിനൊക്കെ തക്ക ദൈവത്തിൻ്റെ നീതിക്ക് തക്ക പരിഹാരമാണ് ആ യാത്രയിലെല്ലാം വരുത്തിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഇവിടെ ഗൊൽഗോഥായിൽ വരുന്നു, അഥവാ കാൽവരിയിൽ വരുന്നു, അല്ലെങ്കിൽ തലയോട്ടിടമെന്നുള്ള ആ ക്രൂശീകരണ ശിക്ഷ നടപ്പാക്കുന്ന ആ മലയിലേക്ക് വരുന്നു. അവിടെ വരുന്നതിന് ശേഷം യേശുക്രിസ്തുവിനെ പടയാളികൾ കുരിശെന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്നതല്ല. കുരിശ് ഇന്ന് നമ്മൾ പല ചിത്രങ്ങളിലും പടങ്ങളിലൊക്കെ ചിത്രങ്ങളിലും അതുപോലെ തന്നെ ഈ ചിത്രങ്ങളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് സിനിമകളിലും അതുപോലെ പടങ്ങൾ, അതായത് നമ്മൾ വരച്ചിരിക്കുന്ന പടങ്ങളിലൊക്കെ കാണുന്ന കുരിശിൻ്റെ രൂപമുണ്ട്. അതല്ല യേശുക്രിസ്തുവിൻ്റെ മേൽ ചുമത്തപ്പെട്ടതും അതുപോലെ ഈ ക്രൂശിച്ച് കൊല്ലുവാനായിട്ട് വേണ്ടി പിന്നെ ആ കുറ്റവാളികൾ ചുമക്കേണ്ടുന്ന അങ്ങനത്തെ കുരിശല്ല. അത് പൈൻ മരം എന്നുള്ളൊരു മരമാണ്. ആ മരത്തെ 2 കഷ്ണമായിട്ട്, അതായത് നെടുകയുള്ള കഷ്ണവും കുറുകയുള്ള കഷ്ണവുമായിട്ട് 2 കഷ്ണമായിട്ട് എടുത്തിട്ട് അത് രണ്ടും കൂടി കൈ ഇങ്ങനെ വിരിച്ചങ്ങോട്ട് നിർത്തും. ഇത് 2 നേരെ ഇങ്ങനെ ഉയർത്തി വിരിച്ചങ്ങ് നിർത്തിയിട്ട് ഈ തോളയിലും കയ്യിലും കൂടി ഈ മരക്കഷ്ണങ്ങൾ വെച്ച് കിട്ടുകയാണ് ചെയ്യുന്നത്.
ഒന്നിച്ച് വെച്ച് കെട്ടുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് കുരിശ് പോലെ ആക്കിയിട്ട് ചുമന്നുകൊണ്ട് പോവുകയല്ല ചെയ്യുന്നത്. ഈ നമ്മൾ പടത്തിലും ചിത്രത്തിലും കാണുന്ന പോലെ കുരിശ് പോലെ വെച്ചിട്ട് ചുമന്നുകൊണ്ട് പോവുകയല്ല ചെയ്യേണ്ടത്. കൈ രണ്ടും കൂടി ഇങ്ങനെ വിരിച്ചങ്ങ് നിർത്തിയിട്ട് ഈ കയ്യിലും തോളയിലും കൂടി വെച്ച് കെട്ടിക്കൊണ്ടാണ് കൊണ്ടുപോകുന്നത്. മരം അത് പിന്നെ തടി അറുത്തതല്ല, മരം തന്നെയാണ്, പൈൻ മരമാണത്. ഒരു മരത്തിൻ്റെ 2 പീസുകൾ, ഒരു മരം പൈൻ മരം വെച്ച് 2 പീസുകളാണ്. അത് നെടുകയുള്ളതിന് 10 അടി 12 അടിയോ അല്ലെങ്കിൽ 15 അടിയോ എത്രയാണ് അതിൻ്റെ നെടുകയുള്ള കുഴിയിലേക്ക് പോകുന്നത്. മാക്സിമം 15 അടിയാണ്. 15 അടി 14-15 അടിയാണ്. മറ്റത് കുറുകയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 അടിയാണ് അതിൻ്റെ ആ ഒരു നീളം പറയുന്നത്. ഏകദേശം അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 50 കിലോ, 45-50 കിലോ അല്ലെങ്കിൽ 55 കിലോ, 45-നും 55-നും